ഹലോ ഗായ്സ്, ടി സി വ്ലോഗ്സിന്റെ മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് DJIന്റെ ഓസ്മോ മൊബൈൽ 4 എന്ന് പറയുന്ന ഗിംബൽ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ റിവ്യൂവും അൺബോക്സിങ്ങും ഞാൻ ഇതിൽ കാണിക്കുന്നതാണ് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതാണ് ലേറ്റസ്റ്റ് മോഡലാണ് ഇതിന് വരുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ കൂടെ ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ 12K അറൗണ്ടായി. ഇറങ്ങിയത് ഐ തിങ്ക് 15 ബിലോ ആയിരുന്നു, 14-15 ആ റേഞ്ചിലാണ് ഇത് ഇറങ്ങിയത്. ഇപ്പോൾ വിൽക്കുന്ന ഓഫറാണ് 12K, അതായത് 12,000 റുപ്പീസിനാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാവുന്ന പോലെ തന്നെ ഇതാണ് മാഗ്നറ്റ് ഹോൾഡ് കൊണ്ടുള്ള നമുക്ക് ഉപകാരങ്ങളും അതിൻ്റെ ദോഷഗുണങ്ങളും നമുക്ക് ഇതിൻ്റെ റിവ്യൂസിലേക്ക് കാണാം. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ്, പക്ഷേ നിങ്ങൾക്കായിട്ട് ഒന്നും കൂടി ഞാൻ റീപാക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഞാൻ എന്തായാലും ഒരു ഫുൾ റിവ്യൂ ഇതിനെപ്പറ്റി ഇടുന്നില്ല, കാരണം ഇതൊരു ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതൊരു ഷോർട്ട് റിവ്യൂ പ്ലസ് ഒരു അൺബോക്സിങ് ഡീറ്റെയിൽസ് എന്ന രീതിയിലാണ് ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ബിക്കോസ് ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും അവൈലബിൾ ആണ്, ഫങ്ഷൻസ് അവൈലബിൾ ആണ്. അത് ഇതിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കുറച്ച് സ്പീഡ് ആയിരിക്കും വീഡിയോ ഗൈസ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്താലോ ഓസ്മോ മൊബൈൽ 4ന്റെ. അപ്പോൾ നമ്മൾ മൊബൈൽ 4 ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് ഒരു ചെറിയൊരു സംഭവം. ഇത് മാറ്റി വെക്കാം, അതൊക്കെ എന്തിനാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വന്നിട്ട് ഒരു അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്കെയിൽ പോലെ തന്നെ, നമ്മൾ സ്കെയിലൊക്കെ എടുത്ത് അളക്കൂലേ, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സാധനം. ഓക്കെ, അത് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ഞാൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ താഴത്തൊരു സാധനം കണ്ടോ, അതിൻ്റെ താഴത്തുനിന്ന് പറഞ്ഞ സാധനം ഒരു മൊബൈൽ ഹോൾഡറാണ്. അത് മൊബൈൽ മാഗ്നറ്റിക് ഹോൾഡറാണ്. ഈ സംഭവം വർക്ക് ചെയ്യുന്നത്, അതായത് നമ്മളുടെ ഓസ്മോ മൊബൈൽ വർക്ക് ചെയ്യുന്നത് ഈ ഒരു മാഗ്നറ്റിക് സംഭവം വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൊബൈൽ ഹോൾഡറൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടൊരു മൊബൈൽ ഹോൾഡർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കേസിൻ്റെ ബാക്കിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എന്നിട്ട് വെറുതെ മൊബൈൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാം. അല്ലാതെ നമുക്ക് എക്സ്ട്രാ ഒരു മൊബൈൽ ഹോൾഡറും കൂടി വരുന്നുണ്ട്. അതായത് ഇങ്ങനത്തെ ഹോൾഡറല്ല, നമുക്ക് ക്ലിപ്പ് ആൻഡ് വെക്കുന്ന ഒരു ഹോൾഡർ പോലെ. ഇത് എക്സാക്ട്ലി ഒരു കറക്റ്റായിട്ട് മാഗ്നറ്റിക്കിൻ്റെയാണ് വരുന്നേക്കുന്നത്. ഓക്കെ, ചെറിയ ബഡ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സോഫ്റ്റ് ബഡ്സാണ് കാര്യങ്ങൾ കൊടുത്തേക്കുന്നത്. ഇതെന്തായാലും നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, സ്കെയിൽ എന്തായാലും കൊടുത്തേക്കുന്നത് നല്ലൊരു ഉപകാരമുള്ള ഒരു കാര്യം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ സെൻറ്ററൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ ഉപകാരമായിരിക്കും. ചെറിയ ഫോൺസിൻ്റെയൊക്കെ സുഖമായിട്ട് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കാണുന്നില്ലേ ആ ഒരു ബ്ലാക്ക് കളറിലെ ആ ഒരു ബാഗാണ്. ആ ബാഗ് നമുക്ക് എടുത്ത് നോക്കാം. സംഭവം ആക്ച്വലി കാണാനൊക്കെ സൂപ്പറാണ്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ബട്ട് ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ, ഹാർഡ് കേസ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 12,000 രൂപ കൊടുത്ത സാധനമല്ലേ, അപ്പോൾ അതുകൊണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വെക്കാമെന്നുള്ളൊരു ക്ലിപ്പുണ്ട് കേട്ടോ. അത് ക്ലിപ്പ് വെച്ചിട്ട് കയ്യിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഞാൻ എന്തായാലും ഇതാണ് ഞാൻ പറഞ്ഞ ക്ലിപ്പ് ഹോൾഡർ നമ്മുടെ മൊബൈലിൽ വെക്കാം. പിന്നെ ഒരു ചെറിയൊരു ട്രൈപോഡും കൊടുത്തിട്ടുണ്ട്. ചെറിയ ട്രൈപോഡെന്നല്ല, മിനി പോഡ് എന്ന് പറയാം. പിന്നെ ഒരു USB Type-C ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ചാർജർ അഡാപ്റ്റർ നമ്മൾ വീട്ടിലുള്ള സംഭവം വെച്ചെടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് എന്തായാലും ഗിംബിൾ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഗിംബിളിൽ സ്വിച്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഗിംബിൾ വന്നിട്ട് ലൈറ്റ് വെയിറ്റ് ആട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ ഓസ്മോ മൊബൈൽ 3 ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഓസ്മോ മൊബൈൽ 4 ആണ് ഇപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ബട്ട് കണ്ടിട്ടുണ്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഓസ്മോ മൊബൈലിൽ 3 കണ്ടിട്ടുണ്ട്. ഇത് ചെറിയൊരു സംഭവമാണ്, എൻ്റെ കയ്യിൻ്റെ അത്രയേ ഉള്ളൂ ആക്ച്വലി. പിന്നെ ഇത് ഹോൾഡ് ചെയ്യാനൊക്കെ ഭയങ്കര രസം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, മൗണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, ഇതിൽ നമ്മൾ ഇപ്പോൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നു ഒരു ഫോണിൽ എങ്ങനെയാണ് ഇത് ഹോൾഡ് ചെയ്ത് അതുപോലെ തന്നെ ഇതിലേക്ക് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മളിതുപോലെ അലൈൻ ചെയ്യണം. ഫസ്റ്റ് ഇത് അലൈൻ ചെയ്തതിന് ശേഷം സെൻറ്ററാണോ കാര്യങ്ങളാണോ അലൈൻ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാമറ പൊസിഷൻ നമ്മളെപ്പോഴും ഇങ്ങനെ ഈ ഒരു പൊസിഷനിലായിരിക്കണം ക്യാമറ ഇരിക്കേണ്ടത്. അതായത് ക്യാമറ ഇങ്ങനെ, ഞാൻ ചെയ്തത് കറക്റ്റാണ്, ക്യാമറ ഇങ്ങനെ അല്ലേ, അങ്ങനത്തെ വേണം. ഇതിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ആ പിക്ചർ പോലെ തന്നെ നമ്മൾ ക്യാമറ അലൈൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ രീതിയിൽ കണ്ടോ ചെരിഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ ഈ ചെരിഞ്ഞിരിക്കുന്ന സംഭവം നമ്മൾ നേരെ ഇങ്ങനെ ആക്കി കൊടുക്കണം. അതുകൊണ്ട് കറക്റ്റ് നടുവിൽ വരുന്ന രീതിയിൽ കേട്ടോ, കറക്റ്റ് നടുവിൽ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് മാഗ്നറ്റിക് ഹോൾഡാണ്. അപ്പോൾ ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റാണ്. അങ്ങനെയൊന്നും ഈസി ആയിട്ടൊന്നും ഫോൺ നിലത്തേക്ക് വീഴില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗിംബിൾ 3 വന്നിരുന്നത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓൾറെഡി ഒരു അറ്റാച്ച് ചെയ്ത ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഫോൺ അറ്റാച്ച് ചെയ്യുവാണ്. അതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിബ്രേഷന് വേണ്ടിയിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇതിൽ നമ്മൾ കാലിബ്രേഷൻ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതൊരു വൈറ്റ് ഡോട്ട് ഉണ്ടാവും. ഈ വൈറ്റ് ഡോട്ടൊന്ന് ഈ സംഭവത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ ഇരുന്നുള്ളൂ. നല്ല പവർഫുൾ മാഗ്നറ്റാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഇത് അലൈൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ, സിമ്പിളായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓണാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇത് അപ്പ് പൊസിഷനിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗിംബിൾ കണ്ടോ, ഗിംബിൾ റെഡി ടു സ്റ്റാർട്ട് എന്നുള്ള സംഭവത്തിലേക്കാവും. ഇതിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എം എന്ന് എഴുതിയാക്കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ പവർ സ്വിച്ച്. ഈ പവർ സ്വിച്ചുമ്പോൾ ഞെക്കി പിടിക്കാം. പവർ സ്വിച്ച് ഞെക്കി പിടിച്ചതിന് ശേഷം ഒരു സൗണ്ട് കേൾക്കും. നേരെ ഗിംബിൾ കണ്ടോ, ഇപ്പോൾ പോർട്രേറ്റ് മോഡിൽ സംഭവം ഓണായി വന്നിട്ടുണ്ട്. പോർട്രേറ്റ് മോഡിൽ ഇനി നമുക്കിത് ലാൻഡ്സ്കേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം തന്നെ ജസ്റ്റ് ഒന്ന് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ലാൻഡ്സ്കേപ്പായി. സോ സിമ്പിൾ. അപ്പോൾ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് നമുക്കിങ്ങനെ വ്ളോഗ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെൽഫി ക്യാമറ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വ്ളോഗ് ചെയ്യാം. പിന്നെ ഇതിൽ തന്നെ ഒരുപാട് സ്വിച്ചസ് കാര്യങ്ങളുണ്ട്. ഈ സ്വിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂം ഔട്ടും സൂം ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മൂവ്മെൻ്റ് ആണ് ഈ സ്വിച്ചസ്. ഞാനിപ്പോൾ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇത് അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ ഈ എം ബട്ടൺ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ക്യാപ്ചർ ബട്ടൺ. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ആപ്ലിക്കേഷൻ ത്രൂ ഇത് വർക്ക് ചെയ്യുള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ ഇവരുടെ ആപ്ലിക്കേഷൻ ത്രൂ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിനായിട്ട് DJIൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിപ്പോൾ iOS ആയാലും നമ്മൾ ആൻഡ്രോയിഡ് ഡിവൈസ് ആയാലും ഈ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തതിന് ശേഷം വേണം. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്കെന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് 300 ഗ്രാമിന് താഴെ ഉള്ള എല്ലാ ഫോൺസും നമുക്കിതുപോലെ ഗിംബിൾ വെച്ചിട്ട് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സ്മൂത്ത് സ്റ്റെബിലൈസേഷനാണ്. നമ്മൾ എങ്ങനെയായാലും നമ്മളിപ്പോൾ ഒരു ഫോൺ ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ കിട്ടും. ഇപ്പോൾ നമ്മൾ നോക്കിയേ, ഒരു ആംഗിളിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇത് ലോക്കായിട്ടില്ല അല്ലേ, ഇങ്ങനെ ഇരുന്ന് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ ഷെയ്ക്സ് എല്ലാം ഇങ്ങനെ ഒരു ഷെയ്ക്കും അല്ല, പക്ഷെ എന്നാലും ഒരു വേവ് എഫക്റ്റ് വരും. അപ്പോൾ ഈ വേവ് എഫക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആംഗിൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. ഇതിലും ഒരുപാട് ഓപ്പറേഷൻ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്കൊരു സംഭവങ്ങളുണ്ട്. ഇത് ലോക്കാക്കാൻ വേണ്ടിയിട്ട്, ഫ്രെയിം ലോക്കാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഞാനിപ്പോൾ എങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ ലോക്കായി. അതായത് ഇത് ഇന്ന് ഇളകുമ്പോഴും ആ ഒരു സെയിം സംഭവത്തിൽ അത് ലോക്കായിപ്പോയി കണ്ടോ. പക്ഷെ നമ്മളൊരു ഇത് ഹോൾഡ് അതായത് ഫിംഗർ ഹോൾഡ് ഒന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ അൺലോക്കായി. മീൻസ് ലോക്ക് നമ്മൾ പൊസിഷനിലേക്ക് മാറി. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ബൈ മോഡ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ തന്നെ ഈ പവർ സ്വിച്ചും ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോ ഇങ്ങനത്തെ ഒരു അപ്പ് പൊസിഷനിലേക്ക് വരും. അതായത് ഇപ്പോൾ ഈ ഗിംബിൾ സ്റ്റാൻഡ് ബൈ മോഡിലായി കണ്ടോ, സ്റ്റാൻഡ് ബൈ മോഡിലായി. ഈ സ്റ്റാൻഡ് ബൈ മോഡ് എന്ന് ഉദ്ദേശിച്ചത് അത് എന്താണ് റെഡി ടു അൺപെയർ എന്ന രീതിയിൽ, അതായത് റെഡി ടു അൺപെയർ ഫോൺ ഇതിൽ നിന്ന് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൺ നമ്മുടെ കയ്യിൽ വരും. അതിനുശേഷം ഇത് അതുപോലെ തന്നെ എടുത്ത രീതിയിൽ മടക്കി നമുക്ക് വെക്കാം, ഹോൾഡ് ചെയ്ത് വെക്കാം കണ്ടോ. സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ ഇത് കൊണ്ടുനടക്കാവുന്നുള്ളൂ. അപ്പോൾ ഇനി ഗൈസ് നമുക്ക് ഇതിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എന്ന രീതിയിൽ. അപ്പോൾ കമോൺ ഞാൻ സ്വിച്ച് ചെയ്തിട്ട് ഞാനിപ്പോൾ ട്രൈപോഡിൽ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. ഇതിൻ്റെ ഒരു ട്രാക്കിംഗ് ഫീച്ചറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഓരോ ഫീച്ചേഴ്സായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പക്ഷേ ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സിലേക്കും ഞാൻ പോകുന്നില്ല. മെയിൻ അട്രാക്റ്റീവ് ഫീച്ചേഴ്സ്, അതായത് ഇവർ തന്നെ മെയിനായിട്ട് പറയുന്ന അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് എങ്ങനെ ചെയ്യാമെന്നൊരു ട്യൂട്ടോറിയൽ അല്ല ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനെ കൊണ്ട് എന്തൊക്കെ പറ്റും എന്ന് പറയുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ഷൂട്ട് ചെയ്ത ഒരു സ്റ്റോറി മോഡ് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ്. ഭയങ്കര സംഭവം. ഇതാണ് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റോറി മോഡ്. അപ്പോൾ നെക്സ്റ്റ് ഉള്ളൊരു ഫീച്ചറാണ് മൂവ് ഇൻ ആൻഡ് മൂവ് ഔട്ട്. അതും ഈ ഓസ്മോ മൊബൈൽ 4 അവർ നല്ലോണം ഫോക്കസ് ചെയ്ത്
എടുത്തൊരു ഫീച്ചറാണ് മൂവ് ഇൻ ആൻഡ് മൂവ് ഔട്ട് എന്ന് പറയുന്ന ഫീച്ചർ. ബട്ട് അതെനിക്ക് പേഴ്സണലി ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു ഫാർ അവേ ആയിരിക്കണം ബാക്ക്ഗ്രൗണ്ട്, എന്നാലേ ആ ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. സോ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇനി ഡിവൈസിന്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ എൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല, എനിക്ക് ആ ഒരു ഫീച്ചർ ഒരു സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ ആ ഒരു സബ്ജക്റ്റും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നല്ല രീതിയിൽ ലെങ്ത് വേണം, എന്നാലേ ആ ഒരു വീഡിയോ ഒരു സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എടുത്തു നോക്കി, ഭയങ്കര മോശമായത്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാത്തത്. ഇനി നെക്സ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ടൈം ലാപ്സ് വീഡിയോ. ആ ടൈം ലാപ്സ് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ടൈം ലാപ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ലാപ്സ് ഒരു പാത്തിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ആ പാത്തിൽ നമുക്ക് ടൈം ലാപ്സിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അത് ഞാനിപ്പോൾ സെറ്റ് ചെയ്തപ്പോൾ 10 മിനിറ്റ് ആണ് നമുക്ക് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നമുക്ക് എത്ര സെക്കൻഡ്സ്, ഒരു 10 മിനിറ്റ് ഒരു വീഡിയോ നമുക്ക് 5 സെക്കൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ സെറ്റ് ചെയ്യാം. പിന്നെ പാത്ത് നമുക്ക് 4 പാത്ത് സെലക്ട് ചെയ്യാം. പാത്ത് ഇൻ ദ സെൻസ് ഇത് ഏതൊക്കെ ഡയറക്ഷനിൽ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ 10 മിനിറ്റിൽ മൂവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഗിംബിളിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. ഞാൻ അതെങ്ങനെയാണെന്ന് കാണിക്കുന്നില്ല, ബട്ട് ആ ഫീച്ചറും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു തന്നു. പിന്നെ ട്രാക്കിംഗ് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി കാണുന്നുണ്ടാവും, ട്രാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിന്റെ സ്റ്റെബിലൈസേഷൻ ടെസ്റ്റിലേക്ക് പോകും, അതാണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് സ്റ്റെബിലൈസ് ടെസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നടക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എങ്ങനെയുണ്ടെന്നുള്ള സ്റ്റെബിലൈസേഷൻ. ഇനി ഞാനൊന്ന് ഓടി നോക്കാം. ഓക്കെ, ഓട്ടം ഞാൻ നല്ല ഓട്ടം വേണം നോക്കുന്നത്. പക്ഷെ എനിക്ക് കണ്ടിട്ട് നല്ല സ്റ്റെബിലൈസ്ഡ് ആണ് വീഡിയോ. ഇത് റിവ്യൂ ഇടുന്നത് 5 ദിവസത്തെ എൻ്റെ റിവ്യൂക്ക് അപ്പുറമാണ് കേട്ടോ. പഠിക്കാൻ കുറച്ച് ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ DG മൊബൈൽ 3 വാങ്ങിച്ചവർക്ക് ചിലപ്പോൾ സിമ്പിളായിട്ട് തോന്നിയിരിക്കാം. പക്ഷെ ആദ്യമായിട്ടൊരു ഗിംബിൾ വാങ്ങിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, എന്നെപ്പോലെ ആദ്യമായിട്ടൊരു ഗിംബിൾ വാങ്ങിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഗിംബിൾ എന്ന് പറയുന്ന ഒരു സംഭവം സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കുറച്ചതിൽ ഒരു 5 ദിവസമോ അല്ലെങ്കിൽ ഒരു 1 വീക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്താലേ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലെ ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഡിവൈസിനെ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ മാഗ്നറ്റിക് ഹോൾഡ് അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. കാലിബ്രേഷൻ എന്നൊക്കെ പറയുന്ന ഓട്ടോ കാലിബ്രേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ അൺബോക്സിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കെയിലിംഗ് മീറ്ററൊക്കെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സ്കെയിലിംഗ് ഈ മാഗ്നറ്റ് വെച്ച് അലൈൻ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരുന്നു. പിന്നെ ഓരോ മാഗ്നറ്റിൽ നമ്മൾ റിമൂവ് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാണ്. എന്നാ ഈസിനെസ് ഒരു ഫസ്റ്റ് ടൈം യൂസർ ആണെന്നുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയി തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലും നമ്മളുടെ ഡിവൈസും തമ്മിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്ന് നമ്മുടെ മൊബൈലും ഇടിക്കുവാണെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ താഴത്തേക്ക് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കോണാണ് ഞാനിതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു കോൺ ഒരു ഡിസഡ്വാൻറ്റേജ് ആയി മേ ബി തോന്നാം. ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ DJI ഇതിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരും. ബട്ട് ഞാൻ ഈ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ബിക്കോസ് ഞാനിതൊരു ഒരിക്കലും ഒരു ആക്ഷൻ ക്യാമറയായിട്ട് ഉപയോഗിക്കാൻ പോകുന്നില്ല. കാരണം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇത് വീഡിയോ ക്യാമറ ഉപയോഗിച്ച് ബാക്കിലിരുന്ന് ഒരു വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കില്ല. കാരണം ഈ മാഗ്നറ്റിക് ഹോൾഡറിൻ്റെ എനിക്ക് കാരണം. പിന്നെ അടുത്തൊരു മെയിൻ കോണാണ്. ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ എന്തെങ്കിലും ജസ്റ്ററായിട്ട് ഉപയോഗിക്കുന്നില്ല. ഞാനിങ്ങനെ കൈവച്ച് എന്തെങ്കിലും ഇപ്പോൾ എന്നെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല, അതായത് വീഡിയോ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ പാം ജസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന വേറൊന്നുമല്ല. ഈ സംഭവം വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആട്ടോ, കട്ടായി പോയതാണ് അത്, കണ്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ കൈ പെട്ടെന്ന് ഞാൻ അത് വേണ്ടിയിട്ടില്ല, ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ അതൊരു കോണായിട്ട് എനിക്ക് തോന്നി. അതല്ലാതെ ഈ 2 പ്രശ്നമല്ലാതെ എനിക്ക് ഈ ഗിംബിളിനെ പറ്റിയിട്ട് ഒരു എന്താ പറയുക കോൺ വൈസ് ഒന്നും പറയാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ പേര് ശ്രീരാജ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.